വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ പിള്ള പറയുന്നുണ്ട്, ശാരദാമ്മ മുത്തശ്ശിയെ തന്നെ വീടിൻ്റെ നെടുന്തൂണായ മുത്തശ്ശിയെ തന്നെ ഇറക്കി വിട്ടു. അതിൻ്റെ അമ്മയാണെങ്കിൽ പിന്നെ ചാകാറായി എന്ന് പറയുമ്പോൾ ചാകാറായിരുന്നു. അന്നേരം അതല്ലേ ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷമല്ലേ ഇങ്ങനെ ട്രെയിനിന് മുന്നിൽ ചാടാൻ നോക്കിയത്. പിന്നെ എൻ്റെ ചിറ്റമ്മയാണെങ്കിൽ ഭ്രാന്തിയെ പോലെ നടക്കുകയല്ലേ. ശാലിനി കുഞ്ഞിനാണെങ്കിൽ വല്ല സ്വസ്ഥതയുണ്ടോ. സത്യാമ്മതേ ഇവിടെ വന്നിട്ട് ഈ കുഞ്ഞിനെ ഒന്ന് എടുത്തതേ ഉള്ളൂ, അപ്പോഴേ അങ്ങോട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതുകൊണ്ട് ഇതിനെ ഇവിടെ നിർത്താനാണ് ഭാവമെങ്കിൽ നമ്മുടെ വീടിന് ശാപമാവും എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം കുഞ്ഞിനെ എടുത്തോണ്ട് ഇങ്ങനെ കരയല്ലേ എന്നൊക്കെ പറയുമ്പോൾ അതിനെ ഇത് അങ്ങനെയൊന്നും അടങ്ങുന്നതിനോ അല്ല എന്ന് പറയുകയാണ്. അന്നേരം ഈ പൊടി കുഞ്ഞവും ചോദിക്കുക. അന്നേരം അല്ലാതെ പിന്നെ ഇന്ന് തന്നെ അതിൻ്റെ മനസ്സിൽ എന്തൊക്കെയുണ്ട്, ഇന്ന് തന്നെ ഞങ്ങൾക്കിപ്പോൾ കഞ്ഞി കുടി മുട്ടിച്ചില്ലേ എന്ന് പറയുക. അന്നേരം ഒന്ന് പോ പിള്ളച്ചേട്ടാന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെയും കൊണ്ടങ്ങ് പോവുകയാണ്. അന്നേരവും പിള്ള രാഘവനാരോട് പറയുന്നുണ്ട്, ഇതിനെ ഇവിടെ നിർത്താനാണ് ഭാവമെങ്കിൽ ഈ വീട് മുടിയത്തേ ഉള്ളൂ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, സാറിന് എന്ത് തോന്നിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പിള്ള നിൽക്കുമ്പോൾ രാഘവനാരിങ്ങനെ അതൊക്കെ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. അതേസമയം അവിടെ ആശ്രമത്തിൽ സുസ്മിതയെ കാണാനായിട്ട് ശാലിനി ചെല്ലുന്നുണ്ട്. ശാലിനി ഇങ്ങനെ ആ ഒരു ഗസ്റ്റൊക്കെ ചെല്ലുന്ന റൂമിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ സുസ്മിത വരുന്നുണ്ട്. അന്നേരം നീ ആയിരുന്നു, ഏതോ ഒരു VIP കാണാൻ വരുന്നുണ്ട് എന്ന് കരുതിയപ്പോഴും നീ ആണെന്ന് കരുതിയില്ല, എന്താ ഇപ്പോഴത്തെ പുറപ്പാട്, ഭാവം എന്താണ്, പിന്നെ വാളും പരിചയമൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം എന്താണ് കയ്യിലെ ആയുധം, വാളാണോ പരിചയമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് സുസ്മിത ആണെങ്കിൽ ശാലിനി കുറേ കളിയാക്കിയിട്ട് അവിടെ നിന്ന് വിളക്കിൽ തിരികെ വെച്ച് കത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ശാലിനി ആണെങ്കിൽ അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട്, പേനയാക്കത്തി കൊണ്ട് തീരെടുത്ത് വാളും ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ, പണ്ടും നീ എൻ്റെ കുടുംബത്തിൻ്റെ പേരിറക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, അന്ന് നിന്നെ രക്ഷിക്കുകയൊക്കെ ചെയ്ത സത്യാമ്മയെ തന്നെ നീ ഇപ്പോൾ തുറുപ്പ് ചീട്ടാക്കിയില്ലേ, ഈ കളി ഇതുകൊണ്ട് അവസാനിപ്പിച്ചോളണം എന്ന് പറയുകയാണ്. അന്നേരം നിന്നെ പോലെയല്ല ഇപ്പോൾ എൻ്റെ അവസ്ഥ വേറെയാണ്, പണ്ടത്തെ സുസ്മിതയല്ല, യോഗി സ്വാമി പൂർണ്ണ സ്വരൂപാനന്ദയുടെ ആശ്രമത്തിലെ മുഖ്യ ഉപദേഷ്ടാവാണ് ഞാൻ. പിന്നെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിൽക്കുന്ന മാവ് കാറ്റടിക്കുമ്പോൾ ഏത് ദിശയിലേക്ക് ആണ് കാറ്റ് പോകുന്നതെന്ന് വരെ എനിക്കിവിടെ ഇരുന്ന് പറയാൻ കഴിയും, അത്രയ്ക്ക് പവറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ സന്യാസി വേഷം കെട്ടിയ കരിങ്കാളിയല്ലേ, അങ്ങനെയൊക്കെ കുറേ ശാലിനിയും തിരിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് നിൻ്റെ ഇത് അവസാനത്തെ കളിയാണ്, അതുകൊണ്ട് നീ നിന്നെ മടക്കി വെച്ചു, നീ തന്നെ തീർത്തോളണം, അല്ലെങ്കിൽ നീ ഉദ്ദേശിക്കുന്ന പഴയ ശാലിനിയല്ല ഞാൻ, എനിക്ക് പവർ കൂടുതലാണ്, അതുകൊണ്ട് നിന്നെ തീർക്കുമെന്നൊക്കെ പറഞ്ഞ് കുറേ ശാലിനിയും പറയുന്നുണ്ട്. അന്നേരം സുസ്മിത പറയുന്നുണ്ട്, ഈ ചിരട്ട കത്തിച്ചുണ്ടാകുന്ന കനലിനാണെങ്കിൽ ഒരു ഇത് വ്യത്യാസമുണ്ട്, അതിങ്ങനെ എരിഞ്ഞുകൊണ്ടേയിരിക്കും, നീ എന്നെ ഒറ്റപ്പെടുത്തിയതുപോലെ ഞാൻ നിന്നെ നീ വിഷ്ണുവും കൂടി എന്നെ ഒറ്റപ്പെടുത്തിയില്ല, അതുപോലെ ഞാനും നിന്നെ ഒറ്റപ്പെടുത്തും, നീ ആരോരുമില്ലാതെ ഇവിടെ കിടന്ന് അലയുന്നത് നീ കാണും, നിൻ്റെ ആ കസേര ഞാൻ തെറിപ്പിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ശാലിനിയും തിരിച്ച് കളിയാക്കുന്നുണ്ട്, ഞാൻ മുന്നും പറഞ്ഞിട്ടുള്ളതാണ്, ഭിത്തിയിൽ അള്ളി പിടിച്ചിരിക്കുന്ന പല്ലിയുടെ അവസ്ഥ തന്നെയാണ് നിനക്കിപ്പോൾ, അത് വിചാരിക്കും ഭിത്തിയെ താങ്ങി നിർത്തുന്നതാണെന്ന്, പക്ഷേ ഒന്ന് നിലം കാല് മാറിയാൽ ഒന്ന് നിലമ്പത്തി താഴേക്കാണെന്ന് നീ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അതുകൊണ്ട് ഏതെങ്കിലും ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ ഒരു റൂം നേരത്തെ ബുക്ക് ചെയ്തോ എന്നിങ്ങനെ പറയുമ്പോൾ ഈ സുസ്മിതയ്ക്ക് ദേഷ്യം വന്ന് ഡി എന്നും പറഞ്ഞിങ്ങനെ ശാലിനി അടിക്കാൻ കഴിയുകയാണ്. പക്ഷേ ശാലിനിയാണെങ്കിൽ സുസ്മിതയെ ഇങ്ങനെ കൈ പിടിച്ച് ഇത് ചൊതുക്കി നിർത്തുന്നുണ്ട്, സുസ്മിതയ്ക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അന്നേരം എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ നിന്നെ ഒരടി അടിക്കാം, പക്ഷെ നീ ആണെങ്കിൽ സന്യാസി വേഷത്തിലാണ്, അതുകൊണ്ട് നല്ല ഭൂമിയോളം ക്ഷമ വേണം, സഹനശക്തി വേണം, അത് വേണമെങ്കിൽ എനിക്ക് ചെയ്യാം, പക്ഷേ അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല, ഇത് നിൻ്റെ അവസാനത്തെ കളിയാണ്, അതുകൊണ്ട് ഇത് നീ തന്നെ അവസാനിപ്പിച്ചോളണം, ഇല്ലെങ്കിൽ അതിനുവേണ്ടി നീ ഉണ്ടാവില്ല, പോട്ടെ കള്ള സന്യാസി എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാലിനി കുറേ പഞ്ച് ഡയലോഗൊക്കെ പറഞ്ഞിട്ട് അങ്ങ് തിരിച്ചു പോവുകയാണ്. അന്നേരം സുസ്മിത ഇങ്ങനെ എന്നും പറഞ്ഞ് ആകെ മാനം കെട്ട് നിൽക്കുകയാണ്. അതേസമയം ഹോസ്പിറ്റലിൽ ശാരികയുടെ അടുത്ത് ഗോപാലകൃഷ്ണൻ വന്നിരിക്കുകയാണ്. അന്നേരം ശാരികയ്ക്കാണെങ്കിൽ ആകെ വിഷമവും സങ്കടമൊക്കെ, എൻ്റെ മോൾ എവിടെ, അച്ഛനെയല്ലേ ഏൽപ്പിച്ചിരുന്നത്, എവിടെയെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ ആദ്യമൊന്നും പറയുന്നില്ല. അന്നേരം എൻ്റെ മോളെ കുറിച്ചല്ലേ ചോദിക്കുന്നത്, അച്ഛനെ എവിടെ ഏൽപ്പിച്ചു, എവിടെയാണെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അച്ഛന് അങ്ങനെ ചെയ്യേണ്ടി വന്നു മോളെ, വേറെ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ ഏൽപ്പിച്ചതെന്ന് പറയുമ്പോൾ എവിടെയെന്ന് ഇങ്ങനെ ശാരിക ചോദിക്കുന്നുണ്ട്. അന്നേരം ശാലിനിയുടെ അടുത്ത് സത്യാമ്മയുടെ വീട്ടിൽ എന്ന് പറയുന്നുണ്ട്. അന്നേരം പറയുകയാണ്, ഞാൻ അച്ഛനെയല്ലേ ഏൽപ്പിച്ചത്, നമ്മുടെ വീട്ടിലല്ലേ നിർത്തേണ്ടത്, ശാലിനിക്ക് ജോലിക്ക് പോകേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ശ്യാമ ഒരു തരത്തിലും കുഞ്ഞിനെ അവിടെ നിർത്താനായിട്ട് സമ്മതിക്കുന്നില്ല, അവളുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് ഇപ്പോൾ, പിന്നെ എന്തൊക്കെ ദേഷ്യങ്ങളും ഒക്കെ, ആരോടും കൂട്ടുമില്ല, സ്നേഹവും ഇല്ല, സഹതാപവും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ഇതിലാണ് ആ കുഞ്ഞിനെ അവിടെ നിർത്തുന്നത് എന്നൊക്കെ ഇങ്ങനെ, അവൾ സ്വന്തം കാര്യം മാത്രം സ്വയം നേടണം, എല്ലാം അവൾക്ക് തന്നെ വേണമെന്നുള്ളവർക്ക് വാശിയല്ലേ എന്ന് പറയുകയാണ്. പിന്നെ അവിടെ ആകുമ്പോൾ സത്യയും പപ്പിയും ഒക്കെ ഉണ്ടല്ലോ, എവിടെയായാലും കുഞ്ഞ് സന്തോഷമായിട്ടിരുന്നാൽ പോരേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം നമ്മുടെ വീട്ടിൽ കിട്ടാത്തത്ര സുരക്ഷിതത്വം എവിടെ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അല്ലാതെ പിന്നെ വേറെ വഴിയൊന്നുമില്ല,
പിന്നെ അതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ ചെയ്തത്. പിന്നെ മോൾക്ക് ഇത് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് തന്നെ പോയി ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരാം എന്നിങ്ങനെ പറയുമ്പോൾ ശാരിക പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്വാസം കിട്ടാതെ ശ്വാസം ഇങ്ങനെ എങ്ങി പിടിക്കുകയാണ്. അന്നേരം ഞാൻ പറയുന്നതൊന്നും മോള് കേൾക്കുന്നില്ലെന്ന് ഗോപാലകൃഷ്ണൻ അന്നേരമാണ് ശ്രദ്ധിക്കുന്നത്. അന്നേരമാണ് ഈ ശാരികയുടെ അവസ്ഥ ഗോപാലകൃഷ്ണൻ കാണുന്നത്. അന്നേരം പെട്ടെന്ന് ഗോപാലകൃഷ്ണൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് സിസ്റ്ററോട് പറയുന്നുണ്ട്, അവിടെ ശാരികയ്ക്ക് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ശ്വാസം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഡോക്ടറെ വിളിക്കാമെന്ന് പറഞ്ഞ് നേഴ്സ് പോയി ഡോക്ടറെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അന്നേരം എന്താന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വന്നതാണ്. അന്നേരം പേഷ്യൻറ്റിന് അധികം സ്ട്രെയിൻ കൊടുക്കരുതെന്നല്ലേ പറഞ്ഞത്, പുറത്തേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. ഗോപാലകൃഷ്ണൻ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഡോക്ടർ ഇങ്ങനെ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേസമയം അവിടെ വേറൊരു ഹോസ്പിറ്റലിലാണെന്ന് തോന്നുന്നു. അവിടെ ശ്യാമയെ കൊണ്ട് ചെല്ലുന്നുണ്ടല്ലോ. ശ്യാമ ഇങ്ങനെ ബെഡിലിങ്ങനെ കിടത്തിയിരിക്കുകയാണ്. ഡോക്ടർ ഇങ്ങനെ പരിശോധിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഹിപ്നോട്ടിസ് ചെയ്യുന്ന സീനാണ് കാണിക്കുന്നത്. രോഹിതാണെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ശ്യാമ പൂർണ്ണമായും എൻ്റെ നിയന്ത്രണത്തിലാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശ്യാമ ഉത്തരം നൽകുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ശ്യാമ അതേ ഉത്തരം നൽകാമെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ശ്യാമ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ് ഈ ഭൂമിയിൽ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഓരോ ചോദ്യങ്ങളും ഡോക്ടർ ചോദിക്കുകയാണ്. ഉത്തരം പറയുന്നതായിട്ട് കാണിക്കുന്നില്ല. എന്നിട്ട് എല്ലാ കാര്യങ്ങളും ഡോക്ടർ ഇങ്ങനെ ചോദിച്ചറിയുന്നുണ്ട്. ശ്യാമ ആ വീട്ടിലുണ്ടായ വഴക്കും കാര്യങ്ങളെല്ലാം ഒക്കെ പറയുകയാണ്. അതിനുശേഷം ഡോക്ടർ പറയുന്നുണ്ട്, ശ്യാമയെ ഇപ്പോൾ എൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് മോചിതയാക്കുകയാണ്. പിന്നെ ഉണരു, സ്ലോലി വേക്കപ്പ് എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമ പതിയെ കണ്ണ് തുറന്ന് എഴുന്നേറ്റ് വരുന്നുണ്ട്. പിന്നീട് രോഹിത്തിൻ്റെ അടുത്തേക്ക് ആ ഡോക്ടർ ക്യാബിനിലേക്ക് പോവുകയാണ്. എന്നിട്ട് ശ്യാമയോട് ഇരിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് രോഹിത്തിനോട് ഡോക്ടർ പറയുന്നുണ്ട്, ശ്യാമയ്ക്ക് നിങ്ങൾ പറഞ്ഞ പോലെയുള്ള അസുഖങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ളത് ആങ്സൈറ്റിയാണ്. കിടത്തി ചികിത്സിക്കേണ്ടതൊന്നുമില്ല. അതൊരു പിന്നെ ഒരു അമ്മയാകാൻ കഴിയില്ല എന്നുള്ളൊരു സങ്കടവും പിന്നെ മനസ്സിൻ്റെ മൂലയ്ക്ക് എവിടെയോ കിടപ്പുണ്ട്. അതാണ് ഇങ്ങനെയൊക്കെ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നാനുണ്ടായ കാരണങ്ങളെന്ന് പറയുന്നുണ്ട്. അന്നേരം രോഹിത്ത് പറയുന്നുണ്ട്, ഒരു കുഞ്ഞിനെ ഞങ്ങളെടുത്ത് വളർത്തിയതാണ്, പിന്നീട് അതിൻ്റെ അമ്മയെ തന്നെ ഏൽപ്പിക്കേണ്ടി വന്നു എന്ന് പറയുകയാണ്. അന്നേരം അതായിരിക്കാം ചിലപ്പോൾ ഇതിനെ കാണുമ്പോഴും അങ്ങനെ തോന്നിയത്. പക്ഷേ മനസ്സിലുള്ളതൊക്കെ പിന്നെ അതൊക്കെ മാറ്റി നെഗറ്റീവ് ചിന്തകളൊക്കെ കളഞ്ഞാൽ നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് പറയുകയാണ്. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, എനിക്കൊരു ഷോക്ക് തന്നാലും വേണ്ടില്ല, എൻ്റെ മനസ്സിനെ എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുകയാണ്. അന്നേരം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഞങ്ങളുടെ ലോകത്താണ് ജീവിക്കുന്നത്, ഞാൻ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്നില്ല, എൻ്റേതായ ഒരു ലോകം എനിക്കുണ്ട്, ഞാൻ അവിടെ ജീവിക്കുന്നു എന്നൊക്കെ ചിന്തിച്ചാലും മതി. മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്കൊന്നും നോക്കാതെ സ്നേഹിച്ചാൽ മതി. രോഹിത്തിൻ്റെ കെയറിങ്ങാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഒരു സ്പർശനം മതി ഒരു മരണം തടയാനെന്ന് ഒരു കവി മുന്നേ പറഞ്ഞിട്ടില്ലേ, അതുപോലെ തന്നെയാണ് പരസ്പരം സ്നേഹിച്ച് ജീവിക്കുക. കുറ്റവും കുറവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കുക. ഒപ്പം ഞാൻ മരുന്നും തരാം, അത് ശ്യാമ അസുഖത്തിന് ഞാൻ മോചനമാക്കി തരാം, അതെൻ്റെ വാക്കാണെന്ന് ഡോക്ടർ പറയുമ്പോഴും ശ്യാമ പറയുന്നുണ്ട്, ഡോക്ടറുടെ വാക്കുകളെ എനിക്ക് വിശ്വാസമാണ്, ഇനി ഞങ്ങൾ അങ്ങനെ ജീവിച്ചോളാം, പരസ്പരം സ്നേഹിച്ച് ജീവിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു തുടക്കമായി മാറട്ടെ. ആരും പൂർണ്ണ സന്തോഷത്തോടെ ഒന്നും ഭൂമിയിൽ ജീവിക്കാൻ പറ്റിയില്ല. ഒരു 70% സന്തോഷം ഉണ്ടാവും, ബാക്കി 30% നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അത് അന്യൻ്റെ കാര്യത്തിന് ഇടപെടാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിച്ചാൽ അത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അവരിങ്ങനെ രോഹിത് ഇങ്ങനെ ആകെ സന്തോഷത്തിലും ശ്യാമ ഒരു മനസ്സ് മാറാം എന്നുള്ള രീതിക്ക് തന്നെ ഇരിക്കുകയാണ്. അതിന് മുന്നേ ഡോക്ടർ പറയുന്നുണ്ട്, ഒരു അമ്മയാവാൻ കഴിയാത്ത എത്രയോ സ്ത്രീകൾ ലോകത്തുണ്ട്. അപ്പോൾ അവർ മറ്റു മേഖലകളിലേക്കൊക്കെ അവരുടെ പിന്നെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ ശ്യാമയും അങ്ങ് പോയാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടറെ വിശ്വസിക്കുന്നുണ്ട് അവർ രണ്ടുപേരും. അതേസമയം അവിടെ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ സോമശേഖരനാണെങ്കിൽ വനിതാ കോൺസ്റ്റബിളിനോട് ചോദിക്കുന്നുണ്ട്, ഭക്ഷണമൊക്കെ കൊടുത്തോ ചോദിക്കുക. അന്നേരം ഒന്നും വേണ്ട എന്നാണ് പറയുന്നത് എന്നിങ്ങനെ ആ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്. അന്നേരം 3 നേരം ഉണ്ട് ഉറങ്ങിയൊക്കെ വീട്ടിൽ കഴിഞ്ഞതല്ലേ, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കാണും. അപ്പോൾ എന്തെങ്കിലും വന്നു പോയാൽ അതിന് നമ്മൾ സമാധാനം പറയേണ്ടി വരും. പലിശക്കാശൊക്കെ വാങ്ങിക്കുന്നതല്ലേ എല്ലാവരിൽ നിന്നും ഒക്കെ. അപ്പോൾ നമ്മളും അതുപോലെ തിരിച്ച് കാണിച്ചാൽ എന്ത് ശരിയാവും, ഇത് പോലീസ് സ്റ്റേഷനല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് ശിവനാണെങ്കിൽ വെളിയിൽ ജീപ്പിൽ വരുന്നുണ്ട്. എന്നിട്ട് വെളിയിൽ നിൽക്കുന്ന ആ ഒരു കോൺസ്റ്റബിളിനോട് പറയുന്നു, സത്യാമ്മ ഇങ്ങോട്ടല്ലേ കൊണ്ടുവന്നത്, അതേ അകത്തുണ്ടെന്ന് പറയാം, എനിക്കൊന്ന് കാണുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ കാണാൻ പറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അത് താനാണോ തീരുമാനിക്കുന്നതെന്നും പറഞ്ഞ് അവിടെ ബഹളം ഉണ്ടാക്കുകയാണ്. അന്നേരം സോമശേഖരനകത്തും ശ്രദ്ധിക്കുന്നുണ്ട്, എന്താണോ അവിടെയും ചോദിക്കുകയാണ്. അന്നേരം അകത്തേക്ക് കയറാനായിട്ട് ബഹളം വയ്ക്കുകയാണെന്ന് പറയുമ്പോൾ അവനെ ഇങ്ങോട്ട് കയറ്റിവിടും, അവൻ്റെ തിളപ്പ് ഞാൻ മാറ്റി കൊടുക്കാമെന്ന് പറയുകയാണ്. തുടർന്ന് അകത്തേക്ക് കയറുന്നുണ്ട് ശിവനാണ്. അപ്പോൾ ശിവൻ ഇങ്ങനെ ഭാമ പറയുന്നുണ്ട്, അന്നേരം ആണെങ്കിൽ ഇത് നിൻ്റെ അച്ചി വീടൊന്നും അല്ല, അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ സോമശേഖരൻ പറയുന്നുണ്ട്. അന്നേരം അച്ചി വീട്ടിൽ പെണ്ണുങ്ങളെ പോയി തല്ലി ആളാവുന്നതും അച്ചി വീട്ടിൽ പോയി പിന്നെ മാസം പൈസ ചോദിക്കുന്നതൊക്കെ ആരാണെന്ന് ഇവിടെ പറഞ്ഞാൽ സാറ് നിന്ന് അങ്ങോട്ട് നാറും, അത് പിന്നെ മാറ്റാനായിട്ട് സാറിൻ്റെ കൈ കൊണ്ടുവരുന്ന പെർഫ്യൂം ഒന്നും മതിയാവില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എൻ്റെ തട്ടകത്തിലാണ് നീ വന്ന് കളിക്കുന്നതെന്നും പറഞ്ഞ് തിരിച്ച് സോമശേഖരനും പറയുന്നുണ്ട്. അന്നേരം എന്തോന്ന് തട്ടകം സാറേ, 8 സെക്കൻഡിൽ കൂടുതലൊന്ന് ഭൂമി കുലുങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ, ഞാനിവിടെ ആരും തല്ലാനും കൊല്ലാനും ഒന്നും വന്നതല്ല, എനിക്ക് സത്യാമ്മയൊന്ന് കാണണം, അതിനാണ് വന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം നീ അന്നേരം മന്ദലിനും അറിയാമോ, ആരൊക്കെയാണ് സെല്ലിൽ കിടക്കുന്നവർക്ക് ആശ്വാസവാക്കുമൊക്കെ കൊടുക്കാനായിട്ട് ഇവിടെ കാണാൻ പറ്റില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അവരുടെ മകൻ്റെ സ്ഥാനത്ത് ഞാൻ ആയതുകൊണ്ട് എനിക്ക് കാണണമെന്ന് പറഞ്ഞാൽ കണ്ടേ പോകൂ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പിടിച്ചു മാറ്റോടോ ഇവനെ എന്നിങ്ങനെ കോൺസ്റ്റബിളിനോട് പറയുകയാണ്. അന്നേരം എല്ലാവരും കൂടി ചേർന്ന് ശിവനെ പിടിക്കുമ്പോൾ ശിവൻ അവരെ എല്ലാവരും ഇങ്ങനെ തട്ടി എറിയുകയാണ്.
എന്നിട്ട് കാണണമെന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടേ പോകത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞ് ഭാമയുടെ സെല്ലിനടുത്തേക്ക് വരുന്നുണ്ട് ശിവൻ. എന്നിട്ട് പറയുകയാണ്, സത്യമേ ഞാനൊന്നും അറിഞ്ഞില്ല, ഇപ്പോഴാണ് അറിഞ്ഞത്, ഞാൻ വേണ്ടതൊക്കെ ചെയ്യാം എന്നിങ്ങനെ പറയുമ്പോൾ വീണ്ടും ഈ പോലീസുകാർ വന്ന് പിടിക്കുകയാണ് ശിവനെ അങ്ങോട്ട്. അന്നേരം വീണ്ടും ശിവൻ എല്ലാവരെയും തട്ടി മാറ്റുന്നുണ്ട്. അന്നേരം ഞാൻ കൈവിട്ട് നിൽക്കുകയാണ്, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് ശിവൻ എല്ലാവരുടെയും കൈ ചൂണ്ടുകയാണ്. വീണ്ടും പോലീസുകാരുടെ അടുത്തേക്ക് വരുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട്, വേണ്ട ഒന്നും ചെയ്യേണ്ട, ഞാൻ പറഞ്ഞു വിട്ടോളാം എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഭാമ ശിവനോട് ദേഷ്യപ്പെടുകയാണ്, നീ എന്തിനാ എന്നെ എങ്ങനെ കാണാനായിട്ട് ബഹളം ഉണ്ടാക്കുന്ന, അതിന് നീ എൻ്റെ ആരാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ആ ചോദ്യം അത് ശിവന് നന്നായിട്ട് ഹർട്ട് ചെയ്യുന്നുണ്ട്, വിഷമാവുന്നുണ്ട് ആ ഒരു ചോദ്യം. എന്നിട്ട് ആ ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചതാണ്, പക്ഷേ എനിക്ക് അതിനുള്ള ഉത്തരം ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നീ ഇങ്ങനെ ബഹളം വയ്ക്കാനായിട്ട് ഞാൻ നിൻ്റെ അമ്മയൊന്നും അല്ലല്ലോ, ആണോ എന്നിങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ ശിവനെ ഇങ്ങനെ നിസ്സഹായനെ പോലെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇത്രയുമേ കാണിക്കുന്നുള്ളൂ. തുടർന്ന് വീണ്ടും അവിടെ ഭാമ വഴക്ക് പറയും, ജോലി ചെയ്യുന്നതിൻ്റെ ആ ഒരു കൂറ്, ശമ്പളം തരുന്നതിൻ്റെ ആ കൂറ് മാത്രം കാണിച്ചാൽ മതി, പൊയ്ക്കോളാൻ പറയുമ്പോൾ അവിടെ നിന്ന് വിഷമത്തോടെ പോവുകയൊക്കെ ചെയ്യുന്നതാണ് അടുത്തൊരു സീനിലൊക്കെ കാണിക്കുന്നത്. പിന്നീട് കോടതിയിൽ ഹാജരാക്കുന്ന സീനൊക്കെ വരുന്നുണ്ട്. പിന്നീട് ഈ ശ്യാമയ്ക്കിനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.